ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലം വീടാണ്. അവിടുത്തെ ഉടവാൾ മോഷ്ടിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ചെമ്പകമംഗലത്തെ ഉടവാൾ മോഷ്ടിച്ചവളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു, അമ്മ പ്രതി എന്ന് പറയുന്നത് ഈ വീട്ടിലെ കുട്ടിയാണ്, ഇവിടുത്തെ കൊച്ചുമകൾ ആണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയാണ് രാജലക്ഷ്മി. ഇതേ സമയം നെല്ലിശ്ശേരിയിൽ അവന്തിക സന്തോഷത്തോടെ പാട്ടും കേട്ടിരിക്കുകയാണ്. സ്നേഹ അവിടേക്ക് വരുന്നുണ്ട്. ആള് നല്ല ഹാപ്പി ആണല്ലോ, അർച്ചനേടത്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ സന്തോഷത്തിലായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് സ്നേഹ അവന്തികയുടെ അടുത്തോട്ട് വരുന്നു. ഇത് കണ്ട് അവന്തിക ചോദിക്കുന്നു, എന്താ എന്ന്. ഉള്ളിലെ സന്തോഷം മുഴുവൻ പുറത്ത് കാണുന്നുണ്ട്. അർച്ചനേട്ടത്തിയെ പോലീസ് കൊണ്ടുപോയതിന് ഇത്രയ്ക്ക് സന്തോഷിക്കണോ എന്ന് സ്നേഹ ചോദിക്കുന്നു. അപ്പോൾ അവന്തിക പറയുന്നു, എന്റെ സന്തോഷം അവളെ പോലീസ് കൊണ്ടുപോയതിന്റെ ആണെന്ന് ആര് പറഞ്ഞു? ഈ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് സ്നേഹ ചോദിക്കുന്നു. നീ അങ്ങനെ എഴുതാപ്പുറം വായിക്കണ്ട. അർച്ചനയെ പോലീസ് കൊണ്ടുപോയത് എന്റെ വിഷയമല്ല, എനിക്ക് അവളോട് ഒരു പകയുമില്ല എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എന്നോട് കള്ളം പറയല്ലേ ഏട്ടത്തി. കീരിയും പാമ്പും പോലെ ഈ വീട്ടിനകത്ത് കിടന്ന് ദിവസവും യുദ്ധം ചെയ്യുന്നവരാ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ശത്രുതയെ കുറിച്ച് ഇവിടുത്തെ കാറ്റിന് പോലും അറിയാം എന്ന് സ്നേഹ. ഇത് കേട്ട് അവന്തിക പറയുന്നു, എങ്കിലേ നിനക്ക് തെറ്റി. അർച്ചനയോടുള്ള പകയല്ല എന്റെ മുഖത്തെ സന്തോഷത്തിന്റെ രൂപത്തിൽ നീ കണ്ടത്. ഈ കുടുംബത്തോടുള്ള എന്റെ സ്നേഹമാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. എന്റെ മുഖത്ത് നീ കണ്ട സന്തോഷം അത് തന്നെയാ എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹം മനസ്സിലായില്ല എന്ന് പറയുന്നു. മനസ്സിലാവില്ല? ഈ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അർച്ചനയ്ക്കാണെന്നാണല്ലോ എല്ലാവരുടെയും വിചാരം. പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാവരും കൂടെ അനുഭവിക്കേണ്ട ഒരു തരി സ്വത്ത് പോലും ഇവിടെ നിന്നും പുറത്തേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എനിക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹം. മനസ്സിലായോ? ആ ഡ്രൈവറുടെ കുഞ്ഞിന്റെ പേരിലാണല്ലോ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ നിന്റെ അച്ഛൻ തീരുമാനിച്ചത്. ഇപ്പോൾ ആ കുഞ്ഞും പോയി, സ്വത്തുക്കളൊന്നും ആർക്കും എഴുതി വെക്കേണ്ടിയും വന്നില്ല എന്നൊക്കെ പറയുകയാണ് അവന്തിക. അതിനുവേണ്ടി അച്ഛനോട് യുദ്ധം ചെയ്തത് ഞാനല്ലേ? വക്കീലിന്റെ കയ്യിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് വലിച്ചു കീറി കളഞ്ഞത് ആരാ? ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ സ്വത്തുക്കളെല്ലാം അച്ഛൻ ആ കൊച്ചിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് സ്നേഹ. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നിന്നെ കണ്ടത് ചെയ്യിപ്പിച്ചത് ഞാനല്ലേ? ഇനി ഒരിക്കലും ആ ഡ്രൈവറിന്റെ സന്തതി ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്ന് അവന്തിക പറയുന്നു. മനസ്സിലായി, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്കും കുറച്ച് സന്തോഷമായില്ലേ എന്ന്. കുറച്ചല്ല, ഒരുപാട് സന്തോഷമായി എന്ന് സ്നേഹ പറയുന്നു. ആ സന്തോഷം തന്നെയാ നീ എന്റെ മുഖത്ത് കണ്ടതെന്ന് അവന്തിക. എനിക്ക് ഈ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ എന്ന് സ്നേഹ പറയുമ്പോൾ, ഒരിക്കലെങ്കിലും അതിനകത്തൊന്ന് കിടന്നു നോക്കണം. സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകുമെന്ന് അവന്തിക പറയുന്നു. ഇത് കേട്ട് സ്നേഹ അവന്തികയോട് ഒരു സംശയത്തോടെ ചോദിക്കുന്നു, അതിന് അവന്തികയുടെ എപ്പോഴെങ്കിലും ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ എന്ന്. ഞാനോ? ഞാനെന്തിന് ലോക്കപ്പിൽ കിടക്കണം? അതിന് അവളെ പോലെ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോൾ അവൾ ജയിലിൽ കിടക്കുന്ന കാഴ്ച മനസ്സിൽ കണ്ടതുകൊണ്ട് പറഞ്ഞുവെന്നേ ഉള്ളൂ എന്ന് അവന്തിക സന്തോഷത്തോടെ പറയുന്നു. പോലീസ് അർച്ചനയുടെ തല്ലുവോ എന്ന് സ്നേഹ. ഇല്ല, ഉമ്മ വയ്ക്കുമെന്ന് അവന്തിക. എന്നിട്ട് പറയുന്നുണ്ട്, പുറത്തുനിന്ന് നീ കാണുന്ന പോലീസ് സ്റ്റേഷൻ അല്ല യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. ഏതെങ്കിലും ഒരു പ്രതിയായി ഒരിക്കലെങ്കിലും അതിനകത്തോട്ട് കയറിയാൽ പിന്നെ മരണം വരെ അത് മറക്കില്ല. കരിമ്പൻ ചണ്ടി പിഴിഞ്ഞെടുക്കുന്നത് പോലെ പോലീസുകാർ ഇപ്പോൾ അവളെ ചതച്ച് പിഴിഞ്ഞെടുത്തു കാണും എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ സഹതാപത്തോടെ വിഷമിച്ച് അയ്യോ എന്ന് പറയുന്നു. ആഹാ, നിനക്കെന്താ അതിൽ വിഷമമുണ്ടോ എന്ന് ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു, എന്നാ പിന്നെ സന്തോഷിക്ക്. ശത്രുവിന്റെ വീഴ്ച സംഭവിക്കുമ്പോഴാണ് യുദ്ധക്കളത്തിൽ വിജയഭേരി മുഴങ്ങുന്നത്. ആഘോഷിക്ക്. അവളുടെ ഈ തകർച്ച പടക്കം പൊട്ടിച്ച് ആഘോഷിക്ക്. ഇത് വിജയത്തിന്റെ ദിവസമാ, മഹാവിജയത്തിന്റെ ദിവസം എന്ന് പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവന്തിക. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയും സന്ദീപും. എല്ലാവരും ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. സച്ചിയും സന്ദീപും എന്ന് അവരെ കണ്ടുകൊണ്ട് പറയുകയാണ് കാർത്തിക്. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. വരണം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് കാർത്തിക്. അവർ അകത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ മനസ്സിലായോ എന്ന്. നെല്ലിശ്ശേരിയിലെ സച്ചിയും സന്ദീപും അല്ലേ എന്ന് ചോദിച്ച് അവർക്ക് കൈ കൊടുക്കുകയാണ് കാർത്തിക്. ഒഫീഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണെന്നൊക്കെ കാർത്തിക് പറയുന്നുണ്ട്.
ഞങ്ങൾ മറ്റൊരു ആവശ്യത്തിന് വന്നതാണ്, മീനാക്ഷി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് സച്ചി പറയുന്നു. കാർത്തിക്കിന് എന്റെ ഭാര്യ ഓർമ്മയുണ്ടാകുമല്ലോ, അവൾ ഇപ്പോൾ അറസ്റ്റിലാണ്, മീനാക്ഷിയുടെ അതേ ലോക്കപ്പിൽ എന്ന് സച്ചി. അർച്ചനയോ എന്ന് കാർത്തിക് ചോദിക്കുന്നു. അതെ, അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം സച്ചി അവരോട് പറയുകയാണ്. എന്റെ ഭാര്യ നിരപരാധിയാണ്, കുഞ്ഞിന്റെ കാര്യത്തിലാണ് അർച്ചന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചി പറയുന്നുണ്ട്. അർച്ചനയെ കാണാൻ ഞങ്ങൾ സ്റ്റേഷനിൽ പോയതാ, അവിടെ വെച്ച് ACP അവരോട് ചെയ്ത കാര്യങ്ങളും മീനാക്ഷിയെ കണ്ടതും മീനാക്ഷി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നും സച്ചി പറയുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ, സഹീറ അപ്പോൾ പക വീട്ടുകയാണ് എന്ന് കാർത്തിക്. അപ്പോൾ രാജലക്ഷ്മി അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഈ വിഷയത്തിലുള്ള എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതാണ്, കാർത്തിമോൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും പറയുന്നു. അമ്മേ, ഇതൊരു കള്ളക്കേസാണെന്ന് അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? അമ്മ, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചുമ്മാതിരിക്കാൻ കാർത്തിക്കിന് സാധിക്കില്ല, ലോക്കപ്പിൽ കിടക്കുന്നത് അവന്റെ ഭാര്യയാണ് എന്നൊക്കെ ജഗദീഷ് പറയുന്നു. അപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, ഒരിക്കൽ പോയി പരാജയപ്പെട്ടതല്ലേ, അവൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇനി ഇറങ്ങാൻ പോകുന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാണെന്ന് പറയുന്നു. മോനെ കാർത്തി, ACP നീതിയുടെ നിയമത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നെന്ന് കരുതിയാ ഞാൻ അവളെ പിന്തുണച്ചത്. അതല്ല, അവൾ നമ്മളോടുള്ള പക വീട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ രാജലക്ഷ്മി വെറുതെ ഇരിക്കില്ല, പൊരുതും. അത് മീനാക്ഷിക്ക് വേണ്ടി മാത്രമല്ല, അർച്ചനയ്ക്കും കൂടി വേണ്ടി എന്ന് പറയുകയാണ് രാജലക്ഷ്മി. അങ്ങനെ ഹോം മിനിസ്റ്ററിനെ വിളിക്കുകയാണ് രാജലക്ഷ്മി. കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. അത്രയുള്ളൂ കാര്യം, ഇത് എനിക്കൊരു ഫോൺ കോളിലൂടെ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിക്കോളൂ, നിങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു മിസ് കോൾ ചെയ്താൽ മതി, അവളുടെ പവറും പത്രാസും ഉരുകി ഒലിച്ചു പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്നും എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു. ശേഷം രാജലക്ഷ്മി, സച്ചിയും കാർത്തിക്കും സന്ദീപും കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സഹീറയോട് രാജലക്ഷ്മി പറയുന്നു, മാഡം, ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല, ഇത് പോലീസ് സ്റ്റേഷനാണ് എന്ന് സഹീറ പറയുന്നു. ഏത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ചില ഉദ്യോഗസ്ഥർ ചില മര്യാദകൾ പാലിക്കാറുണ്ട്, മാഡത്തിന് ആ മര്യാദ അറിയില്ലേ? ചിലതാരും പഠിപ്പിച്ചു തരേണ്ടതല്ല, വീട്ടിൽ നിന്നും പഠിക്കേണ്ടതല്ലേ, മാഡം അത് പഠിക്കാതെ പോയല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ സഹീറ ഷട്ടപ്പ് എന്ന് പറയുന്നു. ചൂടാകാതെ മാഡം, ഒരു ബഹുമാനവും തന്നില്ലെങ്കിലും ഈ ഒരു ബഹുമാനം എനിക്ക് കിട്ടിയിരിക്കണം, ഇന്ത്യയിലെ സീനിയർ സിറ്റിസണ് കിട്ടേണ്ട ബഹുമാനം അതാരും തരേണ്ട ഔദാര്യമല്ല, എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ കസേരയിൽ കയറി ഇരിക്കുകയാണ്. ജാമ്യം കിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇവിടേക്ക് ഒരു ഘോഷയാത്ര എന്ന് സഹീറ ചോദിക്കുന്നു. മീനാക്ഷിയും അർച്ചനയും വിട്ടയക്കണം, അവർ നിരപരാധികളാണ് എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. ഓ, അപ്പോൾ ഇതൊരു കോംബോ പാക്കേജ് ആണല്ലേ എന്ന് ACP. ന്യായമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, അതുകൊണ്ട് മാഡത്തിന് ഇത് അംഗീകരിച്ചേ പറ്റൂ എന്ന് സച്ചി പറയുന്നു. അർച്ചന നിരപരാധിയാണെന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞല്ലോ, അർച്ചനയെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാം? എന്താ രാജലക്ഷ്മി അമ്മയെ ഉത്തരം മുട്ടിയോ എന്ന് ACP ചോദിക്കുന്നു. അങ്ങനെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഉത്തരം മുട്ടില്ല മാഡം, അഹങ്കാരമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് രാജലക്ഷ്മി പറയുന്നു. നിങ്ങൾ ഏത് കൊമ്പത്തെ ചെമ്പകമംഗലത്തിലെ ആളാണെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതിയെ വിട്ടുതരാൻ ഒരുക്കമല്ല, ഞാൻ അവരെ കോടതിയിൽ ഹാജരാക്കും, നിങ്ങൾക്ക് അവരെ അവിടെ നിന്നും ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക് എന്ന് സഹീറ പറയുന്നു. മാഡത്തിന് ഈ തീരുമാനം മാറ്റേണ്ടി വരും, ഒരു മിനിറ്റ് ഞാനൊരു കോൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഇപ്പോൾ ഹോം മിനിസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ACP. രാജലക്ഷ്മി അമ്മ ഇപ്പോൾ ഫോൺ വെക്ക്, ഞാനിപ്പോൾ തന്നെ ACP ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക്